നമ്മളൊക്കെ ഓരോ ദിവസവും ജീവിക്കുന്നത് ചില അദൃശ്യമായ ശക്തികളുടെ ഒരു താളത്തിനൊത്താണ് അല്ലേ? സൂര്യൻ ഉദിക്കുന്നു, പിന്നെ അസ്തമിക്കുന്നു, കാറ്റ് നമ്മളെ മെല്ലെ തഴുകിപ്പോകുന്നു, കടൽത്തിരകൾ തീരത്ത് വന്ന് തൊട്ട് തിരിച്ചു പോകുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ വെറുമൊരു പശ്ചാത്തലം മാത്രമാണോ? അതോ പ്രപഞ്ചത്തിൻ്റെ ഈ ഒരു താളം, ഈ ഒരു സ്പന്ദനം നമ്മുടെ ഉള്ളിലും പ്രതിധ്വനിക്കുന്നുണ്ടാവുക? നമ്മുടെ ഓരോ ശ്വാസത്തിലും ഓരോ ചിന്തയിലും പ്രപഞ്ചത്തിൻ്റെ ഒരു രഹസ്യ ഭാഷ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ ആ ഭാഷ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞാലോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, സമയം. അത് ക്ലോക്കിലെ സൂചികൾ ഇങ്ങനെ ടിക് ടിക് എന്ന് ചലിക്കുന്നത് മാത്രമാണോ? അല്ലല്ലോ. നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചിലപ്പോൾ ഒരു ഓർമ്മയായിട്ട് പിന്നോട്ട് വലിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ജീവനുള്ള നദി പോലെയാണത്. ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഈ യാത്രയെ മുഴുവൻ നിയന്ത്രിക്കുന്ന, ഓരോ നിമിഷവും നമ്മളെ ഇങ്ങനെ കൊത്തിയെടുക്കുന്ന ആ ഒരു അദൃശ്യ ശക്തി, അതിന് നിങ്ങൾ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ ഒരു ഓർമ്മയുടെ രൂപത്തിൽ, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ഒരു സ്വപ്നത്തിന്റെ രൂപത്തിലായിരിക്കാം. അതുപോലെ തന്നെ ഒരു ഒഴിഞ്ഞ മുറിയിലെ നിശ്ശബ്ദത എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് വെറുമൊരു ശൂന്യതയല്ല, മറിച്ച് എല്ലാത്തിനും ഇടം നൽകുന്ന, നമ്മുടെ ചിന്തകൾക്ക് പോലും ചിറക് വിരിക്കാൻ ഒരവസരം തരുന്ന ഒരു തരം ശാന്തമായ സാന്നിധ്യമാണത്. വാക്കുകളൊക്കെ എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ തുടങ്ങുന്ന ഒരു അനുഭവം, എല്ലാ ശബ്ദങ്ങളെയും തന്നിലേക്ക് ആവാഹിക്കുന്ന ഒരു വലിയ മൗനം. ഇനി ഈ ശക്തികളൊക്കെ, ഈ കാലം, ഈ സ്ഥലം, ഈ ഊർജം, ഈ നിശ്ശബ്ദത, ഇതൊന്നും നമ്മുടെ ജീവിതമെന്ന നാടകത്തിന്റെ വെറും സ്റ്റേജ് മാത്രമല്ല, അതിലെ പ്രധാനപ്പെട്ട അഭിനേതാക്കൾ തന്നെയാണെങ്കിലോ? അവയെല്ലാം നമ്മുടെ ബോധത്തിന്റെ തന്നെ പല പല മുഖങ്ങളാണെങ്കിലോ? ഈ ഒരു ചിന്തയുടെ ആഴങ്ങളിലേക്കാണ് നമ്മൾ ഇന്നൊരുമിച്ച് യാത്ര ചെയ്യാൻ പോകുന്നത്. പ്രപഞ്ചത്തിന്റെ ഈ വലിയ വലിയ ആശയങ്ങളെ നമുക്ക് നമ്മുടെ സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങളിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് നോക്കാം. നമ്മുടെ ഓരോ ദിവസത്തെയും ഓരോ നിമിഷത്തെയും ശരിക്കും തീയും വെള്ളവും പോലെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് നമ്മളെ തഴുകി തണുപ്പിക്കുന്നു, മറ്റൊന്ന് നമ്മൾ ഉരുക്കി വാർത്തെടുക്കുന്നു. നോക്കൂ, ചില നിമിഷങ്ങളുണ്ട്, അവ വെള്ളം പോലെ വളരെ സൗമ്യമാണ്. ഒരു കുഞ്ഞിന്റെ ചിരി കാണുന്നത് പോലെ, പ്രിയപ്പെട്ട ആരെങ്കിലും നല്ലൊരു വാക്ക് പറയുന്നത് പോലെ, മനോഹരമായൊരു സൂര്യാസ്തമയം കാണുന്നത് പോലെ. സ്നേഹവും സമാധാനവും സൗന്ദര്യവും ഒക്കെ നിറയുന്ന അത്തരം നിമിഷങ്ങളിൽ നമുക്ക് എന്തോ ഒരു അനുഗ്രഹം കിട്ടിയതുപോലെ തോന്നും. എന്നാൽ ജീവിതം എപ്പോഴും അങ്ങനെ ആവില്ലല്ലോ. മറ്റു ചില നിമിഷങ്ങളുണ്ട്, അവ തീ പോലെയാണ്, ഭയങ്കര തീവ്രമാണ്. ഒരു വലിയ നഷ്ടം, ഒരു വേർപാട്, നമ്മളെ പിടിച്ചുലയ്ക്കുന്ന ഏതെങ്കിലും ഒരു സത്യം തിരിച്ചറിയുന്നത്. ആ നിമിഷങ്ങൾ നമുക്ക് വേദന തരും, ഒരുപാട് അസ്വസ്ഥതകളുണ്ടാക്കും. സ്വാഭാവികമായും നമ്മൾ എന്തു ചെയ്യും? ആ തീയെ ഭയക്കും, അതിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കും. എപ്പോഴും ആ വെള്ളത്തിന്റെ ശാന്തതയിൽ മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കും. പക്ഷേ പുരാതനമായ വേദങ്ങളിൽ ഇതിനെക്കുറിച്ച് പറയുന്നത് അഗ്നി സോമ എന്നാണ്. അഗ്നി, അതായത് തീ, അത് നമ്മളെ പാകപ്പെടുത്തുന്നു, ഉള്ളിലെ മാലിന്യങ്ങളെ എരിച്ചു ശുദ്ധീകരിക്കുന്നു, നമ്മളെ പുതിയൊരു രൂപത്തിലേക്ക് മാറ്റുന്നു. അതേസമയം സോമം, അതായത് ജലം, ആ ചൂടിൽ നിന്ന് നമ്മളെ ശാന്തമാക്കുന്നു, നമ്മുടെ മുറിവുകളെ ഉണക്കുന്നു, മുന്നോട്ട് യാത്ര ചെയ്യാൻ വേണ്ട പോഷണം നൽകുന്നു. അപ്പോൾ ജീവിതം പൂർണ്ണമാകണമെങ്കിൽ ഇവ രണ്ടും ഒരുപോലെ ആവശ്യമാണ്. ഒന്ന് നല്ലതെന്നും മറ്റൊന്ന് ചീത്തയെന്നും പറയാൻ പറ്റില്ല. രണ്ടും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. ഒരു പുരാതന ജ്ഞാന പാരമ്പര്യത്തിൽ ഈ തീയും വെള്ളവും, ഈ സൗമ്യവും തീവ്രവുമായ അനുഭവങ്ങളുമൊക്കെ വെറും ആശയങ്ങളല്ല, അവ പ്രപഞ്ചബോധത്തിന്റെ തന്നെ 10 ദിവ്യരൂപങ്ങളാണ്. 10 മഹാവിദ്യകൾ എന്നറിയപ്പെടുന്ന ജ്ഞാനദേവതകൾ യാഥാർത്ഥ്യത്തിന്റെ പൂർണ്ണമായ രൂപത്തെ, അതിന്റെ എല്ലാ സൗന്ദര്യത്തെയും അതേസമയം ഭീകരതയെയും അവർ ഒരുമിച്ച് പ്രതിനിധീകരിക്കുന്നു. അതുകൊണ്ട് ഈ 10 ദേവതകളെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിന്റെയും നമ്മുടെ ഉള്ളിലെ പരിവർത്തനത്തിന്റെയും ഒരുതരം ഭൂപടം തന്നെയാണ്. നിലനിൽപ്പിന്റെ അടിസ്ഥാന നിയമങ്ങളും ആ നിയമങ്ങളെ അറിഞ്ഞ് നമുക്ക് എങ്ങനെ വളരാമെന്നതിനുള്ള വഴികളും ആ ഭൂപടത്തിലുണ്ട്. നമുക്ക് ആ ഭൂപടം ഒന്ന് തുറന്നു നോക്കിയാലോ? ഈ 10 മഹാവിദ്യകളെ 5 പേർ വീതമുള്ള 2 പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പിനും വളരെ വ്യക്തമായ ഒരു ധർമ്മമുണ്ട്. ആദ്യത്തെ ഗ്രൂപ്പ് പ്രപഞ്ചം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നമ്മളോട് പറയുന്നു, അതായത് നിലനിൽപ്പിന്റെ അടിസ്ഥാന തത്വങ്ങൾ. രണ്ടാമത്തെ ഗ്രൂപ്പ് ആ പ്രപഞ്ച യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് നമുക്കെങ്ങനെ സ്വയം മാറാൻ കഴിയും എന്ന് പറയുന്നു, അതായത് പരിവർത്തനത്തിനുള്ള മാർഗങ്ങൾ. ഇതാണ് ആദ്യത്തെ ഗ്രൂപ്പ്, പ്രപഞ്ചത്തിന്റെ 5 അടിസ്ഥാന ഘടകങ്ങൾ. കാളി, കാലത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും അവസാനം തന്നിലേക്ക് തന്നെ തിരിച്ചെടുക്കുകയും ചെയ്യുന്ന ആ അനന്തമായ ഒഴുക്ക്. താര, ശബ്ദത്തെയാണ്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആദിയുടെ ശബ്ദത്തെ. സുന്ദരി, പ്രകാശത്തെയും സൗന്ദര്യത്തെയും, നമ്മുടെ ബോധത്തിന്റെ തന്നെ ആ തിളക്കത്തെ. ഭുവനേശ്വരി, സ്ഥലത്തെ, എല്ലാത്തിനും സംഭവിക്കാൻ ഇടം കൊടുക്കുന്ന ആ അനന്തമായ ആകാശത്തെ. പിന്നെ ഭൈരവി, ഊർജത്തെ, പ്രപഞ്ചത്തിലെ ഓരോ അണുവിലും സ്പന്ദിക്കുന്ന അടങ്ങാത്ത ആ ശക്തിയെ. ഇവയാണ് നമ്മുടെ ഈ ലോകമുണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളെന്നു പറയാം. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ്,
ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 5 ആന്തരിക ഉപകരണങ്ങൾ പോലെയാണ്. യോഗയുടെയും ധ്യാനത്തിൻ്റെയും ഒക്കെ പാതയിലെ പ്രധാന പരിശീലനങ്ങളാണിവ. ചിന്നമസ്ത കാഴ്ചപ്പാടിനെ, അതായത് നമ്മുടെ പെർസെപ്ഷനെ, നമ്മുടെ ധാരണകളെ മാറ്റിമറിക്കാനുള്ള കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്. ധൂമാവതി ശൂന്യതയെ, എല്ലാ ചിന്തകളും തീരുമ്പോഴുണ്ടാകുന്ന ആഴത്തിലുള്ള ശാന്തതയെ. ബഗലാമുഖി നിശ്ചലതയെ, പുറത്തെന്തു വലിയ കൊടുങ്കാറ്റുണ്ടായാലും ഉള്ളിൽ നിശ്ചലമായിരിക്കാനുള്ള കഴിവിനെ. മാതങ്കി അറിവിനെ, വെറുതെ വായിച്ചുള്ള വിവരങ്ങളല്ല, അനുഭവത്തിലൂടെ കിട്ടുന്ന ജ്ഞാനത്തെ. പിന്നെ കമല ആനന്ദത്തെ, എല്ലാം ഒന്നാണെന്ന തിരിച്ചറിവിൽ നിന്നുണ്ടാകുന്ന അപൂർണമായ സന്തോഷത്തെ. ഇവിടെയാണ് ഈ ഭൂപടത്തിന്റെ യഥാർത്ഥ ഭംഗി നമുക്ക് മനസ്സിലാകുന്നത്. ഈ 2 ഗ്രൂപ്പുകളും വെവ്വേറെയല്ല, അവ പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. പ്രപഞ്ചത്തിന്റെ ഓരോ തത്വത്തിനും അനുയോജ്യമായ ഒരു പരിവർത്തന രീതിയുണ്ട്. ഉദാഹരണത്തിന്, കാലത്തിന്റെ ദേവതയായ കാളി കാഴ്ചപ്പാടിന്റെ ദേവതയായ ചിന്നമസ്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം കാലത്തിലൂടെയല്ലാതെ നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റാൻ പറ്റില്ലല്ലോ. അതുപോലെ സ്ഥലത്തിന്റെ അനന്തതയായ ഭുവനേശ്വരി ശൂന്യതയുടെ ആഴമായ ധൂമാവതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചലിക്കുന്ന ഊർജ്ജമായ ഭൈരവിയെ നിശ്ചലതയുടെ ശക്തിയായ ബഗലാമുഖിയിലൂടെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ അർത്ഥമെന്താണ്? പ്രപഞ്ചത്തിന്റെ ഘടനയും നമ്മുടെ ബോധത്തിന്റെ ഘടനയും ഒന്നുതന്നെയാണെന്ന വലിയൊരു സത്യമാണ് ഇത് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് വരുന്നത്. എന്തിനാണ് ഈ തീവ്രമായ, ഒരു പക്ഷേ ഭയാനകമെന്ന് തോന്നുന്ന രൂപങ്ങൾ? എന്തിനാണ് ജീവിതത്തിൽ വേദനയും നഷ്ടവും പ്രതിസന്ധികളുമൊക്കെ? ഈ ഭൂപടത്തിൽ ഈ തീയുടെ യഥാർത്ഥ സ്ഥാനമെന്താണ്? എന്താണതിൻ്റെ ഉദ്ദേശം? ഈ 10 ദേവതകളെ വീണ്ടും 2 കുടുംബങ്ങളായി നമുക്ക് തിരിക്കാം. ഒന്ന് കാളിയുടെ കുടുംബം, അഥവാ കാളീകുല. ഇവർ തീവ്രവും ഭയാനകവുമായ രൂപങ്ങളാണ്. ഛിന്നമസ്ത, ധൂമാവതി, ബഗലാമുഖി. ഇവരുടെ രൂപങ്ങൾ കാണുമ്പോൾ പോലും നമുക്കൊരു അസ്വസ്ഥത തോന്നിയേക്കാം. കാരണം നമ്മുടെ അഹംഭാവത്തെയും മിഥ്യാധാരണകളെയുമൊക്കെ അവർ ചോദ്യം ചെയ്യും. മറ്റേത് ശ്രീയുടെ, അഥവാ ലക്ഷ്മിയുടെ കുടുംബം, അതായത് ശ്രീകുല, സുന്ദരി, കമല. ഇവരൊക്കെ സൗന്ദര്യവും ശാന്തതയും കൃപയും നിറഞ്ഞ സൗമ്യരൂപങ്ങളാണ്. നമ്മൾ സാധാരണയായി ആരാധിക്കുന്നതും ജീവിതത്തിൽ എപ്പോഴും ആഗ്രഹിക്കുന്നതും ഈ ശ്രീകുലത്തിലെ അനുഗ്രഹങ്ങളാണ്. എന്നാൽ ഇവിടെയാണ് ആഴത്തിലുള്ള ആ സത്യം ഒളിഞ്ഞിരിക്കുന്നത്. ഈ തീവ്രരൂപികളിലെ നമ്മളെ ഭയക്കുന്ന ഈ ദേവതകൾ, അവരാണ് നമ്മുടെ അജ്ഞതയെ ഇല്ലാതാക്കുന്നത്. നമ്മുടെ ദുരിതങ്ങൾക്ക് യഥാർത്ഥ കാരണമായ നമ്മൾ സത്യമാണെന്ന് കരുതി മുറുകെ പിടിച്ചിരിക്കുന്ന തെറ്റായ ധാരണകളെ, മോശം ശീലങ്ങളെ, നമ്മുടെ അഹംഭാവത്തിന്റെ മതിലുകളെയൊക്കെ അവരൊരു ദയയുമില്ലാതെ ചുട്ടരിച്ചു കളയും. ഈ ഒരു വാക്യം ശ്രദ്ധിച്ചു കേൾക്കണം. അജ്ഞത ആദ്യം നീക്കം ചെയ്യാതെ നമുക്ക് അറിവുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ല. ശരിയല്ലേ? ഒരു മുറിയിൽ പ്രകാശം വരണമെങ്കിൽ ആദ്യം അവിടുത്തെ ഇരുട്ട് മാറണം. അതുപോലെ അറിവിൻ്റെയും ആനന്ദത്തിൻ്റെയും പ്രകാശം നമ്മളിലേക്ക് വരണമെങ്കിൽ അജ്ഞതയുടെയും അഹംഭാവത്തിൻ്റെയും ഇരുട്ടിനെ നീക്കം ചെയ്തേ പറ്റൂ. ആ ഇരുട്ടിനെ നീക്കം ചെയ്യാനുള്ള കരുണയില്ലാത്ത, എന്നാൽ അങ്ങേയറ്റം സ്നേഹത്തോടെയുള്ള ഒരു തീയാണ് ഈ ഭയാനക രൂപങ്ങൾ. അതുകൊണ്ട് ജീവിതത്തിലെ കഠിനമായ അനുഭവങ്ങൾ, ആ തീവ്രമായ നിമിഷങ്ങൾ, സൗമ്യമായ അനുഭവങ്ങളിലേക്കുള്ള വഴിയിലെ തടസ്സങ്ങളല്ല, മറിച്ച് അത് ആ വഴിയിലേക്കുള്ള പ്രവേശന കവാടമാണ്. ആ തീയിലൂടെ കടന്നുപോകുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സമാധാനവും ആനന്ദവും അനുഭവിക്കാൻ നമ്മൾ പാകപ്പെടുന്നത്. ആ വേദന ഒരു ശിക്ഷയല്ല, അതൊരു ശുദ്ധീകരണ പ്രക്രിയയാണ്. സ്വർണം അതിന്റെ തനിമ വീണ്ടെടുക്കാനായി തീയിലൂടെ കടന്നുപോകുന്നതുപോലെ. അപ്പോൾ ഈ പുരാതന ഭൂപടത്തെ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാം? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിനെയും ജ്ഞാനത്തിന്റെ ഓരോ രൂപങ്ങളായി കാണാൻ ഒരു പുതിയ കാഴ്ചപ്പാട് എങ്ങനെ നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കും? നമുക്കൊരു ഉദാഹരണം നോക്കാം. നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ട എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായും ഉള്ളിലൊരു വലിയ ശൂന്യത വരും. ഇതിനെ ഒരു ദുരന്തമായി മാത്രം കാണുന്നതിന് പകരം ശൂന്യതയുടെ ദേവതയായ ധൂമാവതിയുടെ സന്ദർശനമായി ഇതിനെ കാണാനൊന്ന് ശ്രമിച്ചു നോക്കൂ. എല്ലാം താൽക്കാലികമാണ് എന്ന സത്യം അവർ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നിനെയും മുറുകെ പിടിക്കാതിരിക്കാനുള്ള ജ്ഞാനമാണ് ആ ശൂന്യതയിലൂടെ അവർ നമുക്ക് നൽകുന്നത്. മറ്റൊരു ഉദാഹരണം പറയാം. നമ്മൾ ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന എന്തോ ഒന്ന് തെറ്റാണെന്ന് തിരിച്ചറിയുന്നൊരു നിമിഷം. ആ ഒരു ഞെട്ടിക്കുന്ന സത്യം നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ള എല്ലാ ധാരണകളെയും തകർക്കുമ്പോൾ അത് കാഴ്ചപ്പാടിന്റെ ദേവതയായ ചിന്നമസ്തയുടെ വരവാണ്. അവർ നമ്മുടെ മിഥ്യാധാരണകളുടെ തലയറുത്ത് സത്യം നമുക്ക് കാണിച്ചു തരികയാണ്. അത് വേദനാജനകമാണ്, സംശയമില്ല. പക്ഷെ ആത്യന്തികമായി അത് നമ്മളെ കെട്ടുകളിൽ നിന്ന് മോചിപ്പിക്കുന്ന തീവ്രമായ സ്നേഹത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈയൊരു കാഴ്ചപ്പാട് ജീവിതത്തിലെ തീയുടെ ചൂട് കുറയ്ക്കുകയൊന്നുമില്ല. വേദന വേദനയല്ലാതാകുന്നില്ല, നഷ്ടം നഷ്ടമല്ലാതാകുന്നില്ല. പക്ഷേ അത് ആ ചൂടിന്, ആ വേദനയ്ക്ക് ഒരു വിശുദ്ധമായ ഉദ്ദേശം നൽകുന്നു. അർത്ഥമില്ലാത്ത ഒരു ദുരന്തത്തിൽ നിന്ന് നമ്മളെ പരിവർത്തനം ചെയ്യാനുള്ള കരുണയുടെ ഒരു പ്രക്രിയയായി അതിനെ മാറ്റുന്നു. നമ്മുടെ സഹനത്തിന് ഒരു അർത്ഥമുണ്ടാകുന്നു. അതുകൊണ്ട്
അവസാനം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: ഈ 10 മഹാവിദ്യകൾ നമ്മിൽ നിന്ന് എവിടെയോ ദൂരെയുള്ള ദേവതകളല്ല. അവ ജീവിതത്തിന്റെ തന്നെ 10 മഹത്തായ മുഖങ്ങളാണ്. കാലം, സ്ഥലം, ഊർജം, അറിവ്, ആനന്ദം, ശൂന്യത, നിശ്ചലത — ഇതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സാധ്യതകളാണ്. പ്രപഞ്ചം എന്തുകൊണ്ടാണോ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, അത് തന്നെയാണ് നമ്മുടെ ഉള്ളിലുമുള്ളത്. നമ്മൾ ഓരോരുത്തരും പ്രപഞ്ചത്തിന്റെ ഒരു ചെറിയ പതിപ്പാണ്. അതുകൊണ്ട് ഈയൊരു ചോദ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഭയപ്പെടുന്ന, ഒഴിവാക്കാൻ ശ്രമിക്കുന്ന, ഭയാനകമെന്ന് വിളിക്കുന്ന ഏതനുഭവമാണ് ഒരുപക്ഷെ ജ്ഞാനത്തിന്റെ ഏറ്റവും ശക്തമായ രൂപത്തിൽ നിങ്ങളെ തേടിയെത്തുന്നത്? ഏത് തീയാണ് നിങ്ങളെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്നത്? ഏത് വേദനയാണ് നിങ്ങളെ കൂടുതൽ സത്യസന്ധരാക്കാൻ ശ്രമിക്കുന്നത്? ഇതിനെക്കുറിച്ചൊന്ന് ശാന്തമായി ചിന്തിക്കുക. ഉത്തരം ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകാം.